life. You wanna try many things as time flies. You would dream, reaching the skies and living a better life. You see, you could be what you want to weep. We do make dreams. തീർച്ചയായിട്ടും പേരിൻ്റെ ഒപ്പം നമ്മൾ നാടിൻ്റെ പേര് ചേർക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആ നാടിനോട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സ് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മെജോറിറ്റി ആളുകളും ഇപ്പോഴും ബോംബെ നിന്നിട്ട് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒരുപാട് ആളുകൾ നന്നായി വർക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു പക്ഷേ ഈ നാടിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ വീട്ടുകാരോടുള്ളൊരു അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കാം നമ്മൾ തിരികെ വന്നത്. പിന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഒരു ഫോർട്ട് കൊച്ചിക്കാരനായതുകൊണ്ടിട്ട് ഫോർട്ട് കൊച്ചി കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ഒരുപാട് കലാകാരന്മാരുടെ ഒരു ഹബ്ബാണ് ശരിക്കും. ഈവൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആയി കഴിഞ്ഞാലും തിയേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ചവിട്ട് നാടകം എല്ലാത്തിൻ്റെയും ഒരു പാരമ്പര്യമുണ്ട്. പിന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പറ്റം സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു. മറ്റു പല ആളുകളും എന്നോട് പറയാറുണ്ട്, അതായത് നിൻ്റെ ഒപ്പം കരിയർ സ്റ്റാർട്ട് ചെയ്ത ആക്ടേഴ്സൊക്കെ കണ്ടില്ല, ഇപ്പോൾ സ്റ്റാറായി അല്ലെങ്കിൽ അവർക്ക് BMW ഉണ്ട് അല്ലെങ്കിൽ മാളിക വെച്ചെന്നൊക്കെ. ശരിക്കും എൻ്റെ ലൈഫിൻ്റെ ഒബ്ജക്റ്റീവോ എൻ്റെ ലൈഫിൻ്റെ പ്രയോറിറ്റി അല്ല, ശരിക്കും എന്നെ ബാധിക്കുന്നില്ല. അതായത് നാളെ ഒരു പക്ഷേ അങ്ങനെ ഒരു കാറുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ മാളിക ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ എൻ്റെ പ്രയോറിറ്റീസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ അൻപർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സീനാണ് ചെയ്തത്, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ സിനിമയിൽ 2 സീനാണ് ചെയ്തത്. അത് 7th ഡേയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് തന്നെ എന്നെ റെക്കമെൻഡ് ചെയ്തിരുന്നു. അതായത് ഈ ആക്ടർ ഈ ക്യാരക്ടർ ചെയ്താൽ നന്നാകും എന്നുള്ള തരത്തിൽ. കാര്യം ശ്യാംധർ എന്ന് പറഞ്ഞ അതിൻ്റെ സംവിധായകൻ ഒരു 2 വർഷമായിട്ട് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു ആംഗിളിലും ഈ ക്യാരക്ടറിന് വേണ്ടി എന്നെ കൺസിഡർ ചെയ്തിരുന്നില്ല. പൃഥ്വിരാജാണ് പറഞ്ഞത് ഈ ക്യാരക്ടർ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് സംസാരിക്കണം. കാര്യം ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് പൃഥ്വിരാജിൻ്റെ ഒപ്പം ഷെയർ ചെയ്യുന്ന ക്യാരക്ടർ എൻ്റേതായിരുന്നു. പിന്നെ എനിക്ക് സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ തന്നെ എനിക്കിഷ്ടമായിരുന്നു, എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ ഈ സിനിമ ഒരു ഷുവർ ഹിറ്റാണെന്നുള്ള ഫീൽ നമുക്ക് അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു. പിന്നെ മറ്റ് സിനിമകളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റായിട്ട് പൃഥ്വിരാജായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലൈക്ക് നമുക്ക് കണ്ട് പഠിക്കാം. ഒരു നടൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭയങ്കര പ്രൊഫഷണലാണ് അദ്ദേഹം. ശരിക്കും ഒരു സിനിമയോടൊപ്പം ഇപ്പോൾ 7th ഡേയുടെ ലൈക്ക് A to Z അദ്ദേഹം ഉണ്ടായിരുന്നു. ഇവൻ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ അടക്കം അദ്ദേഹം എൻ്റെ എൻഷുർ ചെയ്യുമായിരുന്നു. അങ്ങനെ ത്രൂ ഔട്ട് എന്നേലും ഒരു പക്ഷെ ഒരു 8 വർഷത്തോളം അല്ലെങ്കിൽ അദ്ദേഹം ഒരു 10-12 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്നിരിക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അല്ലെങ്കിൽ പല സീൻസും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എനിക്ക് പൊതുവെ ഒരു ആസ് ആൻ ആക്ടർ നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യം കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി കുറച്ചും കൂടെ അണ്ടർ ടോൺ അല്ലെങ്കിൽ അണ്ടർ പ്ലേ ഒക്കെ ചെയ്യാറുണ്ട്. ലൈക്ക് അപ്പോൾ പലപ്പോഴും പൃഥ്വിരാജ് എന്നോട് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അദ്ദേഹം പറയും, അതായത് പിന്നെ ഈ മൂമെൻറ്റിൽ ഈ ക്യാരക്ടറിന് ഇത്ര എനർജി മതിയോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഇത്ര ടെമ്പർ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പല സിറ്റുവേഷനിലും പുള്ളി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ റിയലൈസ് ചെയ്യും, ഓക്കെ കുറച്ചും കൂടി എനർജി ആവാം അല്ലെങ്കിൽ കുറച്ചും കൂടി ലൈക്ക് ഇൻറ്റൻസിറ്റിയിൽ അരിശപ്പെടാം. അപ്പോൾ അങ്ങനെ ത്രൂ ഔട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആ സിനിമ കണ്ട് അതിന് ശേഷം ഒരുപാട് നല്ല ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മേജർ അല്ലെങ്കിൽ ഒരു വലിയൊരു ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഡിസേർവ് ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു നടൻ എന്നുള്ള തരത്തിലും ഹൗ ഓൾഡ് ആർ യു അല്ലെങ്കിൽ 7th ഡേ പോലെയുള്ള സിനിമകൾക്ക് ശേഷം നമ്മൾക്ക് കൂടുതൽ സിനിമകൾ വന്നു തുടങ്ങി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഷുഗർ ഓക്കെ, ലിവർ ഫങ്ഷൻ ഓക്കെ, കൊളസ്ട്രോൾ ബോർഡർ. അവിടുത്തെ മെഷീനിൽ ഞാൻ നോക്കി 2.5 കിലോയാ ഓവർ വെയിറ്റ്. പക്ഷെ മെഷീൻ കുറച്ച് പഴയതായിരുന്നു എന്നാ സംശയം. ഓടാൻ പറ്റുമോ?
ഓടാൻ പറ്റുമോന്ന്. ഇനി അതല്ലേ ചെയ്യാൻ പറ്റൂ. അയ്യരുടെ അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുക. ഇതാണ് അവസ്ഥയെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നില്ലല്ലോ. ആ ഓട്ടോ അല്ല, അത് ചെയ്യാൻ ആർക്കും പറ്റും. പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ലല്ലോ. വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 4 കിലോമീറ്റർ ഓടാമോ? ഇന്നേക്ക് 14ാമത്തെ ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാൻ ഗ്യാരണ്ടി. വെളുപ്പിന് എണീറ്റ് ഓടുക എന്നൊക്കെ പറഞ്ഞാല്, അതും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുമ്പോ വല്ല ഭ്രാന്തും പിടിച്ചതാന്ന് വിചാരിക്കും ആൾക്കാര്. അത് മാത്രമല്ല ജയ, ഈ കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് ഓർഡറുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പെട്ടുപോകും ഞാൻ. ചേച്ചിക്ക് അറിയാലോ, ഇവര് ലോൺ എടുത്തിട്ടാ ഇവർ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പിന് പോയത്. സ്ഥലം കാണാൻ വേണ്ടിട്ട് തന്നെയാ. അന്നീ പറയുന്ന ആളുകളൊക്കെ ഇവരെ കളിയാക്കി. വീടും പറമ്പൊക്കെ ബാങ്ക് ജപ്തി എന്ന് പറഞ്ഞു. കട 3 മണിക്കൂർ അധികം തുറന്നു വെച്ച് 2.5 വർഷം കൊണ്ട് അവരത് വീട്ടി. ഇതുവരെ 5 രാജ്യങ്ങളാണ് അവർ കണ്ടു തീർത്തത്. തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി ഇന്ന് വരെ. ഞാനങ്ങനെ പ്രതിഫലം മേടിക്കേണ്ട ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും നിങ്ങൾ എനിക്ക് പ്രതിഫലം തരാതെ ഒരുപാട് ഫിലിം മേക്കേഴ്സും അല്ലെങ്കിൽ ഒരുപാട് സിനിമയിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാനെന്നല്ല, എല്ലാ നടന്മാരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന, അതായത് ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ആക്ടറാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന തൊഴിലിന് അതായത് എനിക്ക് പ്രതിഫലം കിട്ടണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് എന്താ പറയുക, ഒരു കലയും പട്ടിണിയിൽ നിന്ന് വളർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ എൻ്റെ ചുറ്റുപാടും നോക്കി കാണുമ്പോൾ ഞാനൊന്നും ഒരിക്കലും എന്നെയൊന്നും അത്ര മികച്ച നടന്മാരായിട്ട് കമ്പയർ ചെയ്യില്ല. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള തിയേറ്റർ ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ ഈ ദാരിദ്ര്യം ബാധിച്ച് പിന്നെ ആൽക്കഹോളിക്കാവും, പിന്നെ അവരുടെ ഒരു കലയുമില്ല, അവർ നശിഞ്ഞു പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും പൈസ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ചെയ്ത ഒട്ടും എല്ലാ സിനിമകളിലും എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. കാര്യം എൻ്റെ അമ്മക്കിപ്പോൾ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ ഞാൻ കലയെ ഉദ്ധരിച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു പ്രോപ്പർ സ്റ്റേറ്റ് ഓഫ് മൈൻഡും ഒരു പീസും മനസ്സമാധാനമൊക്കെ തരാൻ പൈസക്ക് ഒരുപാട് കഴിവുണ്ട്. അപ്പോൾ ചെയ്യുന്ന തൊഴിലിന് അർഹിക്കുന്ന പൈസ കിട്ടുക, അത്രയേ ഉള്ളൂ. ഞാൻ ഭയങ്കര സീരിയസ് അല്ല, ഞാൻ ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാണെന്ന് പല ആളുകളും പറയാറുണ്ട്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഞാൻ എല്ലാ ആളുകളെയും നോക്കിക്കാണുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരാൾ, ഹ്യൂമറസ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം നമ്മൾ തന്നെ എല്ലാം ഉണ്ട് ശരിക്കും, അല്ലേ? നമ്മളൊരിക്കലും ഫുൾ ഓൺ സീരിയസ്, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, തെറ്റാകാം. ഇപ്പോൾ ബിൻ ലാദൻ എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുട്ടിയോടൊപ്പം ആ കുട്ടിയെ കളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ക്രൂരതയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡൊന്നുമില്ല. പുള്ളി കുട്ടിയോടൊപ്പം കളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ റോൾ പ്ലേ ആണല്ലോ ശരിക്കും. ഞാനപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു അഭിപ്രായമില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ഞാൻ അത്യാവശ്യം തമാശയൊക്കെ പറയുന്നുള്ളത്. ഏറ്റവും ഡെപ്തായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അമ്മയോടാണ് ശരിക്കും. ഞാൻ ഇത്ര നാളല്ലോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത്രയും പവിത്രമായ അല്ലെങ്കിൽ അത്രയും സത്യമുള്ളൊരു വേറെ റിലേഷൻഷിപ്പ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സൗഹൃദം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ, അതായത് നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളോടൊപ്പം എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും കൂടെ ഉറച്ചു നിൽക്കാവുന്ന ഒരു 4-5 അടുത്ത സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സൗഹൃദത്തിന് ഒരുപാട് മൂല്യം കൽപ്പിക്കുന്ന ആളാണ് ഞാനങ്ങനെ. സിനിമ അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്ത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നില്ലെങ്കിലും സിനിമയിൽ എനിക്ക് ഒരുപാട് വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ
സഞ്ജു ശിവറാം എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ഞങ്ങൾ എന്താ പറയുക, ആഴ്ചയിലൊരിക്കലെങ്കിലും കാണുകയും ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. അല്ലെങ്കിൽ സൈജു കുറുപ്പ്, ഗ്രിഗറി, അജു, ഇങ്ങനൊരു ലീഗ് ഓഫ് ഗുഡ് ഫ്രണ്ട്സ് ഉണ്ട്. ടൊവീനോ, നമ്മളിവരുടെയൊക്കെ കമ്പനി ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ സൗഹൃദത്തിൽ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പക്ഷേ എന്താ പറയുക, സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു ഷൂട്ടില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമകൾ കാണാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫേവറേറ്റ് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രാജുവേഷൻ ലെവലിലൊക്കെ എത്തിയപ്പോഴാണ് നമുക്കൊരു ഇൻ്റർനാഷണൽ ഫിലിംസിനോടുള്ളൊരു എക്സ്പോഷറൊക്കെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അത്തരം സിനിമകൾ കാണാനുള്ള അവസരം കിട്ടുകയും പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴാണ് നമ്മൾ ഈ ഹോളിവുഡിലായാലും ലോകത്തിലെ മികച്ച നടന്മാരുടെ വർക്കും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസൊക്കെ കാണാൻ സാധിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കുട്ടി എന്നുള്ള തരത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ലൈക്ക് അതുല്യ പ്രതിഭയായിരിക്കാം. കാര്യം അത് നമ്മളിങ്ങനെ നോയിങ്ലി അല്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് നമുക്ക് ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ലൈക്ക് ഏറ്റവും മികച്ച 3 നടന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊന്ന് മോഹൻലാലായിരിക്കും. ഒരു പക്ഷേ ഈ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഒതുങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം മറ്റുള്ള സംസ്ഥാനത്തെ ആളുകൾ മോഹൻലാൽ എന്ന് പറയുന്ന ഈ ലൈക്ക് ഒരു എന്താ പറയുക, ഒരു എക്സെപ്ഷണൽ ആക്ടറാണ്, ഒരു ബ്രില്യൻ്റ് ആക്ടറാണ്. ഞാൻ ലോകത്ത് തന്നെ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ തന്നെയാണ് മമ്മൂക്കയും. കാര്യം ഒരു നടൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളതിൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ടും ഇപ്പോഴും ശരിക്കും ഒരു ആക്ടറിൻ്റെ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ബോഡി, വോയിസ് ആൻഡ് മൈൻഡാണ്. ഇത് ഷാർപ്പണായി നിൽക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്ന ഹാർഡ് വർക്ക്സും അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തിന് വേണ്ടിയിട്ടും ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടും അദ്ദേഹം കാണിക്കുന്ന ഒരു പാഷനും. മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുമിച്ച് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കാര്യം സംസാരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർക്കൗട്ട് ഈ പ്രായത്തിലും രാവിലെ 5:30 പുള്ളി വർക്കൗട്ട് ചെയ്യാൻ പോയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെ സാധിക്കണമെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കാറില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ട്, വർക്കൗട്ടും ഒരു പ്രാർത്ഥനേനെ പോലെ എടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലൈക്ക് ഒരു ആക്ടറിൻ്റെ ഹൈറ്റാണ്, അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ ഈ കലയോടും അല്ലെങ്കിൽ ഈ സിനിമയോടും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പുള്ളി എന്താ പറയുക, പുള്ളിയുടെ ഒരു പ്രാർത്ഥനയാണ് ശരി. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മൾ ഇങ്ങനത്തെ ഒരു സംസ്ഥാനത്തിൽ നിന്നാണ് ഇത്ര മികച്ച നടന്മാർ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് ശ്രീ ഭരത് ഗോപി. അങ്ങനെ ഒരു ലീഗ് ഓഫ് നമ്മുടെ, അല്ലെങ്കിൽ ഒരു KPSC ലളിത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീരീസ് ഓഫ് ഗ്രേറ്റ് ആക്ടേഴ്സ് ഉണ്ട് മലയാള സിനിമയിൽ. വന്ന് വണ്ടി കയറി മോളെ, അച്ഛനൊന്നും മിണ്ടാരി, വന്ന് വണ്ടി കയറി. എന്താണ് മാഷേ, ഒന്നുമില്ലെങ്കിൽ ഇതൊരു അമ്പലമല്ല അല്ലേ? മാറി നിക്കടാ. ഇതൊക്കെ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്ത് സംസാരിക്കാനാ? അച്ഛാ ഒരു മിനിറ്റ് പ്ലീസ്. വാച്ചാ പ്രകാശ് വാ. അവർ പരസ്പരം സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. ഇനി അവര് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. അത് നീയാണോ തീരുമാനിക്കണേ? അല്ല, നമുക്ക് എല്ലാവരും കൂടെ തീരുമാനിക്കാമല്ലോ. മറ്റുള്ളവന്റെ കാര്യത്തിൽ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്. അച്ഛൻ എന്തിനാ തെണ്ടിയോടൊക്കെ സംസാരിക്കാൻ നിൽക്കണേ? കാരണവന്മാരെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഇത്? കൊണ്ടോടാ നീ മോളെ, കൊണ്ടോടാ. വിളിച്ചോണ്ട് പോടോ, പോടോ. അമ്പലമാണ്, നീ ബഹളം ഉണ്ടാക്കല്ലേ. കഴിഞ്ഞ ഡിസംബറിൽ വിവാഹിതനായി. സൗമ്യ രവി എന്നാണ് ആ കുട്ടിയുടെ പേര്. അദ്ദേഹം നാനോ സയൻസിൽ റിസർച്ച് ചെയ്യുന്നു.
കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നമ്മളൊരു അത്യാവശ്യം നല്ലൊരു സൗഹൃദം, പ്രണയം എന്നൊക്കെ പറയാം. പിന്നെ ജീവിതത്തിൽ എന്തായാലും ഒരു വിവാഹം വേണം. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ നമ്മൾ പരസ്പരം ആലോചിച്ചു എന്തായാലും ഒരു വിവാഹം കഴിക്കണം. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു അൺനോൺ ആയിട്ടുള്ള, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളെ അറേഞ്ച് മാരേജ് വിശ്വസിക്കുന്ന ഒരാളല്ല. അതിനോട് വിയോജിപ്പോ ഒന്നുമില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും അറിയാവുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ വിവാഹിതനായി. ഹാപ്പിലി മാരീഡ്. ഒരു സിനിമാ നടനായതുകൊണ്ട് പ്രത്യേകിച്ച് ജീവിതത്തിൽ അങ്ങനെ വലിയ സാരമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കൂടുതലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ ട്രാവൽ ചെയ്യുന്നത് ഇപ്പോഴും ബൈക്കിലാണ്. പിന്നെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളായിട്ട് ബീച്ചിൽ പോയി ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ മോശപ്പെട്ട തമാശകൾ പറഞ്ഞ് ചിരിക്കുക, തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ പൊതുവെ എന്താ പറയുക, ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് ചിരിക്കാൻ തോന്നിയ മറ്റുള്ള ഒരാളെ ഉപദ്രവിക്കാത്ത തരത്തിൽ നമ്മൾ ചിരിക്കാറുണ്ട്. പിന്നെ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു അലസനായിട്ടുള്ള ഒരാളല്ല, ഞാൻ ഭയങ്കര ഒരു വർക്ക് ഹോളിക്കും അല്ല. ബട്ട് ഒരു ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഒരു കമ്പോസിഷൻ ഉണ്ടാവും. നമ്മൾ സാധാരണ ഒരു 7 മണിക്കോ അല്ലെങ്കിൽ 7:30 എഴുന്നേക്കും. അതിനുശേഷം ലൈക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പോകും. വർക്കൗട്ടിൻ്റെ എല്ലാം കൂടുതൽ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചിരിക്കും. പിന്നെ തിരികെ വരും. പിന്നെ ഒരുപാട് സിനിമകൾ കാണും, സുഹൃത്തുക്കളായിട്ട് പുറത്തു പോകും, പിന്നെ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ വൈഫായിട്ട് നമ്മളെവിടെയെങ്കിലും പോകും. കൂടുതൽ ടൈം അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ സാധാരണ ഒരാൾ ജീവിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു സിനിമാക്കാരനായത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ഒന്നും ക്യാരി ചെയ്യാറില്ല. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രസ് കോഡ് വേണമെന്നോ അല്ലെങ്കിൽ നന്നായി ഇപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നതും ഞാനങ്ങനെ ഭയങ്കര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. ശരിക്കും നമുക്ക് എന്ത് കംഫർട്ടബിളായി തോന്നുന്നു നമ്മളത് ധരിക്കുക, നമുക്ക് എന്ത് ക്യാരി ചെയ്യാൻ പറ്റുന്നു നമ്മളത് ക്യാരി ചെയ്യുക. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും ഞാൻ ലീഡ് ചെയ്യുന്നത്. ഞാൻ അധികം പൈസ സ്പെൻഡ് ചെയ്യുന്ന ആളല്ല ശരിക്കും. എനിക്കങ്ങനെ ഒരുപാട് വലിയ ചിലവുകളൊന്നുമില്ല ജീവിതത്തിൽ. സീരിയസ്ലി ഒരുപക്ഷെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കൂടുതൽ പൈസ ചിലവാകുന്ന ഒരു പക്ഷേ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, നമ്മൾ ഹോട്ടലിലൊരു ബില്ല് കൊടുക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഈവൻ ഞാൻ അധികം മറ്റേ വസ്ത്രങ്ങൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇലക്ട്രോണിക് ഗീക്കോ അങ്ങനെ ഒന്നുമല്ല ശരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പൈസയൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല ഒരു കാര്യത്തിലും. പത്ത് 16 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ലൈക്ക് ഡെയിലി ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും അല്ലെങ്കിൽ 5 ദിവസം വർക്കൗട്ട് ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അതും പറഞ്ഞിട്ട് ഞാൻ ജനറലി ലേറ്റ് നൈറ്റ് ഭക്ഷണം ഒഴിവാക്കാറുണ്ട്. അതായത് ഒരു 9 മണിയൊന്നും കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് ഓയിലി ഫുഡ് ഭയങ്കര ഇപ്പോൾ ഒരു പഴംപൊരി കഴിക്കണമെന്ന് തോന്നി ഒരു പഴംപൊരി കഴിക്കും, അല്ലെങ്കിൽ ഒരു ഫിഷ് ഫ്രൈ കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു ഫിഷ് ഫ്രൈ കഴിക്കും. പക്ഷേ ഒരു 3 ഫിഷ് ഫ്രൈയും ഒരു 5 പഴംപൊരിയൊന്നും കഴിക്കാറില്ല. അങ്ങനെ ഒരു കമ്പോസ്ഡ് ഡയറ്റാണ്. ഒന്നിനോട് നോ പറയാറില്ല. ഞാൻ കള്ളു കുടിക്കില്ല, ഞാൻ സിഗരറ്റ് വലിക്കില്ല. പക്ഷേ ഈ ഭക്ഷണ കാര്യങ്ങളിൽ ഞാൻ എല്ലാം കഴിക്കും. നോൺ വെജ് ആയി കഴിഞ്ഞാലും എല്ലാ ഭക്ഷണവും കഴിക്കും. പക്ഷേ ഒരു കമ്പോസ്ഡ് ഡയറ്റായിരിക്കും. ഞാനങ്ങനെ ഇപ്പോൾ ഇറച്ചി കഴിക്കുമ്പോൾ ഒരുപാട് ഇറച്ചി കഴിക്കില്ല അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു 20 ദിവസമൊക്കെ ആയിട്ട് നമ്മളുടെ ഒരു റുട്ടീൻ ബ്രേക്ക് ചെയ്യും. ശരിക്കും ഞാൻ 11 മണി 12 മണിക്ക് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഒരുപാട് അരി ആഹാരം കഴിക്കും, പഞ്ചസാര കൂടുതൽ കഴിക്കും, അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ ഒരുപാട് പ്ലം കേക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് പ്ലം കേക്ക്. ഒരുപാട് കേക്ക് കഴിക്കും. അല്ലാത്ത സമയങ്ങളിൽ ഒരു നോർമൽ റുട്ടീനിൽ ഞാൻ ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. ഞാൻ അധികം ഓയിൽ ഷുഗറൊക്കെ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ അധികം ലൈക്ക് കാർബ്സ് ഒന്നും കൺസ്യൂം ചെയ്യാതെ. പക്ഷെ ഒന്നിനോട് ഞാൻ നോ പറയാറില്ല. ഇപ്പോൾ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ തട്ടുകടയിൽ നിന്ന് കഴിക്കും. ആ ഒരു മൊമെൻറ്റ് ബീഫ് ഫ്രൈ കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കും. പക്ഷേ അത് തന്നെ സെയിം ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. പിറ്റേ ദിവസം ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു ബിരിയാണി ഇന്ന് കഴിച്ചാൽ
നാളെ പിന്നെ ഒരു ബിരിയാണി കഴിക്കില്ല. പക്ഷേ ഭക്ഷണം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനോടൊരിക്കലും നോ ഒന്നും പറയാറില്ല. ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നൊരു കാര്യം എല്ലാ മൊമെൻറ്റിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഒക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കണം. എക്സൈറ്റിംഗ് തിങ് അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ക്രേസി ഈ പരിപാടികളൊക്കെ ഇപ്പോൾ നമ്മൾ തിയേറ്റർ ചെയ്യുന്ന കാലഘട്ടങ്ങളിലൊക്കെ നാടകമൊക്കെ കളി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ബസ്സിലൊക്കെ കയറി പോവുകയും ഞാനും എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ സനോഷ് എന്നുകൊണ്ട്, പുള്ളി ചെറിയ പെർക്കഷനിസ്റ്റൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ലൈൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഒരു പക്ഷേ ലാസ്റ്റ് വണ്ടിയായിരിക്കും, ആളുകൾ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ നാടക റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഫുൾ ഓൺ എനർജിയിൽ മറ്റേ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഇപ്പോൾ മ്യൂസിക്കിനെ കുറിച്ചിട്ടും നാടകത്തിനെ കുറിച്ചിട്ടും നാടൻ പാട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ട് നമ്മളൊരു പക്ഷേ ബസ്സിൽ നിന്ന് പാട്ടൊക്കെ പാടിയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ആളുകൾ ഒരു പക്ഷേ ഭയങ്കര പോസിറ്റീവായിട്ട് ഉള്ള ഇതൊക്കെ റിയാക്ഷൻ തന്നില്ലെങ്കിൽ കൂടി നമ്മളത് എൻജോയ് ചെയ്യും ശരിക്കും. അതായത് വേറൊരാളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, നമ്മൾ പരസ്പരം എൻജോയ് ചെയ്യുന്നു. ആളുകൾ വിചാരിക്കും ഇവർക്കൊരു പക്ഷേ വട്ടാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ വി ഡോണ്ട് കെയർ. ലൈക്ക് അങ്ങനെ ഒരു സീരീസ് ഓഫ് സാധനങ്ങൾ ഇപ്പോഴും ചെയ്യാറുണ്ട് ലൈഫിൽ. ഇപ്പോൾ നമ്മൾ ബൈക്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനും ലൈക്ക് എൻ്റെ ലൈക്ക് ഗേൾ ഫ്രണ്ട് ഇപ്പോൾ വൈഫ് സൗമ്യയും ഇപ്പോൾ നമ്മൾ വെറുതെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സൗമ്യ അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ ജനറലി നമുക്ക് വീട്ടിലിരുന്നു നീ ഒരു പാട്ട് പാടും എന്ന് പറഞ്ഞിട്ട് പാട്ട് കേൾക്കാനുള്ളൊരു ടൈം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഒന്നും ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മൾ ബൈക്കിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ അവളോട് പാട്ട് പാടാനൊക്കെ പറയും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പാട്ട് പാടും. നമ്മൾ റോഡായിരിക്കും, ചുറ്റുപാടും ആളുകളൊക്കെ ഉണ്ടാവും, നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ വേറൊരാളെ ഉപദ്രവിക്കാത്ത അടുത്തുള്ള ഞാനത് വിശ്വസിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഒരു ഐഡിയോളജി ആയിട്ട് തന്നെ. അതായത് നമുക്കൊരു ജീവിതം ലഭിച്ചു, ഒരു ജന്മം കിട്ടിയപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും നമ്മളങ്ങനെ മാക്സിമം യൂസ് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. പക്ഷേ ഒരു തേർഡ് പേഴ്സണെ നിങ്ങൾ ഒരു ആംഗിളിലും ഹേർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ലൈക്ക് എൻജോയ് ചെയ്യുക, നിങ്ങൾ ഡാൻസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. പക്ഷേ നിങ്ങളുടെ കയ്യോ കാലോ ഒന്നും വേറൊരാളെ തട്ടി വേറൊരാൾക്ക് ഉപദ്രവമോ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാതെ ജീവിതം പൂർണ്ണമായിട്ട് ആഘോഷിക്കുക, ജീവിതം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യുക.